എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മെയിൻ പേപ്പറായ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, BA സോഷ്യോളജിക്കാർക്കുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ശാസ്ത്രീയ വിപ്ലവം എന്ന ഒരു ഭാഗം വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഇരട്ട വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവവും വ്യാവസായിക വിപ്ലവവും എന്ന പോർഷനാണ്. അതിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഫ്രഞ്ച് വിപ്ലവം എന്താണെന്നാണ് പറയുന്നത്. ഇരട്ട വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വളരെ പ്രസിദ്ധമായ ഫ്രഞ്ച് വിപ്ലവവും ബ്രിട്ടനിലെ ആദ്യത്തെ വ്യാവസായിക വിപ്ലവവും സംയുക്തമായി ഇരട്ട വിപ്ലവം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിനെയും ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ വ്യാവസായിക വിപ്ലവത്തിനെയും സംയുക്തമായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്, ഇരട്ട വിപ്ലവം എന്ന് പറയുന്നത്. സാമൂഹ്യശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിൽ ഇരട്ട വിപ്ലവത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണരുത്. ഫ്രഞ്ച് വിപ്ലവം ജനങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ വ്യാവസായിക വിപ്ലവം സമൂഹത്തിന്റെ സാമ്പത്തിക ഘടനയെയും തുടർന്ന് ജനങ്ങളുടെ വീക്ഷണത്തെയും മാറ്റിമറിച്ചു. അപ്പോൾ ഈ സാമൂഹ്യശാസ്ത്രത്തിൽ എന്താണ്, സമൂഹശാസ്ത്രത്തിലെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിനും വ്യാവസായിക വിപ്ലവത്തിനും വളരെ പ്രാധാന്യമാണുള്ളത്. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ ഒരു ഫ്രഞ്ച് വിപ്ലവം ജനങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ വ്യാവസായിക വിപ്ലവം എന്താണ്, ജനങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ എന്ത് ചെയ്തു, മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. തുടർന്ന് ജനങ്ങളുടെ വീക്ഷണത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആദ്യം ഫ്രഞ്ച് വിപ്ലവം നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു പക്ഷേ വിപ്ലവം എന്ന വാക്ക് നമ്മൾ ആദ്യമായി പഠിച്ചതാവണം ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ. ബർബൺ രാജവംശത്തിലെ ലൂയി 16 ഭരണത്തിൽ കീഴിലുള്ള ഫ്രാൻസ് സാമൂഹിക അസംതൃപ്തി, അശാന്തി തുടങ്ങിയ നിരവധി പ്രതിസന്ധികൾക്ക് വിധേയമായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ആരായിരുന്നു? ബർബൺ രാജവംശത്തിലെ ലൂയി 16 ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എന്താണ്, സാമൂഹിക അസംതൃപ്തി, അശാന്തി തുടങ്ങിയ നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഉയർന്ന നികുതി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവയാൽ സാധാരണക്കാർ ദുരിതത്തിലായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് എന്താണ്, ഉയർന്ന നികുതി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഈ കാരണങ്ങൾ കൊണ്ട് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ രാജകുടുംബത്തിന്റെ ആഡംബരങ്ങൾ ഒരു മടിയും കൂടാതെ തുടർന്നു. അവർക്ക് എന്തുണ്ടായിരുന്നു, രാജാക്കന്മാർക്ക് എല്ലാ ആർഭാടമൊക്കെ ആയിരുന്നു. ഫ്രാൻസിലെ പ്രധാന മതാധികാരം കത്തോലിക്ക സഭയായിരുന്നു. അപ്പം അന്ന് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന പ്രധാന മതം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനകം സമ്പാദിച്ച സമ്പത്ത് സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ ശ്രദ്ധിച്ചില്ല. അതായത് അന്നത്തെ രാജാക്കന്മാരെന്ത് ചെയ്തു, അവര് എന്ത് ചെയ്യാൻ തുടങ്ങിയ ആഡംബരത്തിലൊക്കെ ജീവിച്ചു. സാധാരണക്കാർ എന്ത് ചെയ്യില്ല, അവര് മൈൻഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. പ്രഭുക്കന്മാരും ഈ അവസ്ഥയിൽ അസംതൃപ്തരായിരുന്നു. അതായത് രാജാവിന്റെ തൊട്ട് കീഴിലുള്ളവരാണ് ആര്, പ്രഭുക്കന്മാര്. അവര് പോലും ഈ രാജാക്കന്മാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ അസംതൃപ്തരായിരുന്നു എന്നാണ് പറയുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതിയോടുള്ള സന്ദേഹവാദ വിമർശനാത്മക സമീപനത്തെ പിന്തുണച്ച ജ്ഞാനോദയ ആശയങ്ങൾ ഒടുവിൽ 1789 വേനൽക്കാലത്ത് ഫ്രഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്ന ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചു. അങ്ങനെ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതി അതിനോടുള്ള വിമർശനാത്മക സമീപനം അല്ലേ, അതിനോട് ജനങ്ങൾക്ക് വിമർശനായിരുന്നു. ഒരു രാജാക്കന്മാരുടെ ഭരണത്തിൽ ജനങ്ങൾ തീരെ സംതൃപ്തരായിരുന്നില്ല. അതിനോടുള്ള വിമർശനാത്മക സമീപനത്തെ ആര് പിന്തുണച്ചു? ജ്ഞാനോദയ ആശയങ്ങൾ. അപ്പോൾ ഫ്രാൻസിൽ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതിയോടുള്ള സന്ദേഹവാദ വിമർശനാത്മക സമീപനത്തെ പിന്തുണച്ച ജ്ഞാനോദയ ആശയങ്ങൾ ഒടുവിൽ 1789 വേനൽക്കാലത്ത് ഫ്രഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്ന ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചു. അപ്പോൾ ഇവരെ ആരും പിന്തുണച്ചു, ജ്ഞാനോദയ ആശയങ്ങളോ ജ്ഞാനോദയവാദികളൊക്കെ പിന്തുണച്ച് അവസാനം എന്ത് ചെയ്തു, ഇവർ ഭരണകൂടത്തിനെതിരെ പൊട്ടിത്തെറിച്ചു. 1789 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്.
അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഭൗതിക കാലാവസ്ഥ അനുകൂലമായിരുന്നു. അപ്പോൾ അവർ എന്താണ് ആവശ്യപ്പെട്ടത്? പലരും കൂടുതൽ കാര്യക്ഷമമായ രാജവാഴ്ച ആവശ്യപ്പെടുകയും ചിലർ കേവല ജനാധിപത്യം ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ വിപ്ലവ കാലത്ത് ചിലരെന്ത് ചെയ്തു? നിങ്ങൾ രാജവാഴ്ചയൊക്കെ ചെയ്തോ, പക്ഷെ എന്താണ് കാര്യക്ഷമമായിട്ട് ചെയ്തോ. മറ്റു ചിലരോ ഞങ്ങൾക്ക് രാജവാഴ്ച വേണ്ട, ഞങ്ങൾക്ക് എന്ത് മതി, ജനാധിപത്യം മതി എന്ന് ചിലരും പറഞ്ഞു. പരമോന്നത ഭരണാധികാരികളുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നത് സാമൂഹിക കരാർ സിദ്ധാന്തം മുന്നോട്ട് വെച്ച സൈദ്ധാന്തികർ വാദിച്ചു. ഈ സിദ്ധാന്തം വിപ്ലവകാരികളായ ഫ്രഞ്ച് ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തി. ഈ സിദ്ധാന്തത്തിന്റെ പ്രമുഖ വക്താക്കൾ തോമസ് ഹോബ്സ്, ജോൺ ലോക്ക് തുടങ്ങിയവരായിരുന്നു. അപ്പോൾ സാമൂഹിക കരാർ സിദ്ധാന്തം ആ ഭരണാധികാരികളുടെ അധികാരം വെട്ടിക്കുറക്കാനാണ് ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അതായത് അതിൽ പ്രധാനികളായിരുന്നു ഹോബ്സ്, ജോൺ ലോക്ക്. അവരെ മുന്നോട്ട് വെച്ച സിദ്ധാന്തം ഏതാണ്? സാമൂഹിക കരാർ സിദ്ധാന്തം. മനുഷ്യർ യഥാർത്ഥത്തിൽ സാമൂഹികവും സഹകരണപരവുമാണെന്ന് ജോൺ ലോക്ക് വാദിച്ചു. അപ്പോൾ ജോൺ ലോക്ക് പറഞ്ഞ മനുഷ്യരെന്താണ്? യഥാർത്ഥത്തിൽ സാമൂഹികവും സഹകരണപരവുമാണെന്ന് ആര് വാദിച്ചു? ജോൺ ലോക്ക്. അതിനാൽ ഭരണാധികാരികളുടെ അതിക്രമങ്ങളിൽ നിന്ന് പോലും വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം എന്താണ്? ഭരണാധികാരികളുടെ അതിക്രമങ്ങളിൽ നിന്ന് വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാരാ പറഞ്ഞത്? ജോൺ ലോക്ക് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് റീസൊല്യൂഷണറികൾക്ക് ഈ വായത്തിൽ പ്രചോദനം നൽകി. വിപ്ലവത്തിൽ പങ്കെടുത്തവരുടെ പ്രധാന ആവശ്യങ്ങൾ വലുതായിരുന്നു എന്നത് സ്വാഭാവികമാണ്. വലിയ മതപരവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യം, സാധാരണക്കാരെ പ്രതിനിധീകരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പാർലമെന്ററി ബോഡി അവതരിപ്പിക്കുക, നിയമത്തിന് കീഴിൽ വലിയ സമത്വം എന്നിവ അത്തരം ചില ആവശ്യങ്ങളായിരുന്നു. ജ്ഞാനോദയ രചനകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു, പ്രത്യേകിച്ച് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ നഗരവാസികൾക്കിടയിൽ. യുദ്ധങ്ങളും ഉയർന്ന നികുതികളും ജനവിരുദ്ധമായ സാമ്പത്തിക നയങ്ങളും ജനങ്ങളെ രോഷാകുലരാക്കി. അവർ എന്താണ് ചെയ്തത്? അവർ കലാപത്തിൽ എഴുന്നേറ്റു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആഘാതം ദീർഘകാലം നിലനിന്നിരുന്നുവെങ്കിലും അതിന്റെ പെട്ടെന്നുള്ള ആഘാതം സമ്പൂർണ്ണ നാശവും സംഘടനവുമാണ്. അപ്പോഴും ചില നല്ല ഫലങ്ങൾ ഉണ്ടായി. ഫ്രഞ്ചുകാർ എന്നറിയപ്പെടുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും. വിപ്ലവം പാർലമെന്റിന്റെ ആധിപത്യത്തിന് വഴിയൊരുക്കി. അതായത് ഫ്രഞ്ച് വിപ്ലവം എന്തിനു വഴിയൊരുക്കി എന്നാണ് പറയുന്നത്? പാർലമെന്റിന്റെ ആധിപത്യത്തിന്. പാർലമെന്ററി ഭരണം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. സാധാരണക്കാർക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ആ കാലഘട്ടത്തിലെ ഒരു വലിയ നേട്ടമാണ് ഫ്രഞ്ച് വിപ്ലവം കൊണ്ട്. സാധാരണക്കാർക്ക് എന്തായിട്ടുണ്ട്? ഒരുപാട് ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്ന് കൊണ്ടുവന്ന പ്രധാന നേട്ടം എന്ന് പറയുന്നത് എന്താണ്? പാർലമെന്ററി ആയിട്ടുള്ള ഭരണ സംവിധാനം നിലവിൽ വന്നതാണ്. ഭരണഘടനാപരമായ രാജവാഴ്ചയുടെ സംവിധാനം ഭരണാധികാരികളുടെ അധികാരത്തെ പരിമിതപ്പെടുത്തി. സമൂഹത്തിൽ പൊങ്ങിക്കിടക്കുന്ന പുതിയ ആശയങ്ങൾ കൂടുതൽ തുറന്നു കേൾക്കാൻ രണ്ടാമത്തേവരെ നിർബന്ധിച്ചു. ജ്ഞാനോദയ ചിന്തകരുടെ വ്യക്തിഗത അവകാശങ്ങൾ അംഗീകരിക്കൽ, ജനങ്ങളുടെ പരമാധികാരം, ഈ ആശയങ്ങളുടെ സാർവത്രിക പ്രയോഗക്ഷമത തുടങ്ങിയ ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് എന്താണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടായത്? എന്തൊക്കെയാണ്? ജ്ഞാനോദയ ചിന്തകരുടെ വ്യക്തിഗത അവകാശങ്ങൾ. ഈ ജ്ഞാനോദയ ചിന്തകരുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ അംഗീകരിക്കുക. അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിൽ പരമ അധികാരം ലഭിക്കുക. പിന്നെ ഈ ആശയങ്ങളുടെ സാർവത്രിക പ്രയോഗക്ഷമത തുടങ്ങിയതൊക്കെ എന്താണ്? അതിൻ്റെ പ്രത്യാഘാതങ്ങളും ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവം ഒരു ഒറ്റപ്പെട്ട രാഷ്ട്രീയ സംഭവമായിരുന്നില്ല. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയതെന്നാണ് 1789 1789 ഫ്രഞ്ച് വിപ്ലവത്തോടെ ആരംഭിച്ച രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ഒരു നീണ്ട പരമ്പര 19ാം നൂറ്റാണ്ട് വരെ തുടർന്നു എന്നാണ് പറയുന്നത്. ഈ വിപ്ലവങ്ങൾ പല സമൂഹങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുകയും നിരവധി നല്ല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പല ആദ്യകാല ചിന്തകരുടെയും ശ്രദ്ധ സൃഷ്ടിപരമായ അനന്തരഫലങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടില്ല. അപ്പം അന്നത്തെ ചിന്തകരൊന്നും ഇതിന് എന്താണ് വലിയൊരു പാർശ്വഫലം
ഉണ്ടാവുന്നൊന്നും അന്നത്തെ ചിന്തകർക്ക് തോന്നിയില്ല എന്നാണ് പറയുന്നത്. മറുവശത്ത് അത്തരം മാറ്റങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ ചിന്തകരുടെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു. ഇത് സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ഉയർച്ചയിലെ ഏറ്റവും അടിയന്തര ഘടകമായി മാറി. ഈ ചിന്തകർ മൊത്തത്തിൽ തൽഫലമായുണ്ടാകുന്ന അരാജകത്വവും ആശയക്കുഴപ്പവും മൂലം വിഷമിച്ചു. അപ്പോൾ ചിലർക്കാണ് ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടാവാതിരുന്നത്. പക്ഷെ ചിലർക്ക് എന്തുണ്ടായിരുന്നു, ചില തത്വചിന്തകർക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരെന്താണ് അവരിത് മൂലം വിഷമിച്ചു എന്നാണ് പറയുന്നത്. ഫ്രാൻസിന്റെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ചും സത്യമായിരുന്നു. സമൂഹത്തിൽ ക്രമം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ ഒന്നിച്ചപ്പോൾ ഈ സമൂഹത്തിൽ എന്താണ് സംഘർഷങ്ങളും ഇതൊക്കെയാണ്, സമൂഹത്തിന്റെ ക്രമം തന്നെ തെറ്റി. അപ്പം ഈ ഒരു പ്രത്യാഘാതങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട ചിന്തകരില്ലേ, അവരെന്ത് ചെയ്തു അറിയോ, ഫ്രാൻസിലെ സമൂഹത്തിന്റെ ക്രമം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ അവരെന്ത് ചെയ്തു, ഒന്നിച്ചു എന്നാണ് പറയുന്നത്. അത്തരം തത്വചിന്തകരെ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വേദനാജനകമോ സമ്മർദ്ദമോ ആണെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ കേസിലും അതുതന്നെ സംഭവിച്ചു. അങ്ങനെ ഈ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് അവരുടെ സാമൂഹിക ക്രമമൊക്കെ തെറ്റി. അപ്പോൾ അവർക്ക് എന്ത് വേണം, ഇനി സമാധാനവും ഇതൊക്കെ വേണം. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവസ്ഥയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഫ്രഞ്ച് സമൂഹം. ഈ കാലഘട്ടത്തിലെ തീവ്ര ചിന്താഗതിക്കാരിൽ ചിലർ മധ്യകാലഘട്ടത്തിലെ കൂടുതൽ സമാധാനപരവും താരതമ്യേന ചിട്ടയുള്ളതുമായ ദിവസങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. കൂടുതൽ പരിഷ്കൃതരായവർ നിരവധി സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അത്തരമൊരു ശാസന അപ്രായോഗികമാണെന്നും സമ്മതിച്ചു. അത്തരം ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അതായത് ചിലരെന്ത് ചെയ്തു, നമുക്കൊരു അന്ത്യം സംഭവിച്ചാൽ ആരാണ് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക? അതുപോലെ രാഷ്ട്രീയ വിപ്ലവങ്ങൾ വഴി തകിടം മറിയുന്ന സമൂഹങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താൻ രണ്ടാമത്തെ വിഭാഗം ചിന്തകർ ആഗ്രഹിച്ചു. രണ്ടാമത്തെ വിഭാഗം ചിന്തകർ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങി പോകണമെന്ന് ഉള്ള ആൾക്കാർ. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം, ഇതുകൊണ്ട് എന്തുണ്ടാവും, വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിച്ച ചിന്തകർ. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും എമിൽ ഡർഖൈമിനെയും അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ അഗസ്റ്റേ കോംറ്റെയെയും പോലുള്ള ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളുടെ പ്രധാന ആശങ്കകളിലൊന്നാണ് സാമൂഹിക ക്രമത്തിൻ്റെ ഈ പ്രശ്നം. അതായത് പ്രധാനമായിട്ടും നമ്മുടെ അഗസ്റ്റേ കോംറ്റെ അതുപോലെ തന്നെ എമിലി ദുർഖിം, ഇവർ രണ്ടുപേരെ പോലുള്ള തത്വചിന്തകർക്കാണ് സാമൂഹിക ക്രമത്തിൻ്റെ പ്രശ്നങ്ങളിൽ ആശങ്ക ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൽ പറയുന്നത് ഇത്രയാണ്, ഫ്രഞ്ച് സമൂഹത്തിൽ അന്നത്തെ രാജവാഴ്ചക്കെതിരെ, അതായത് നമ്മുടെ അന്നത്തെ രാജവാഴ്ചക്കെതിരെ അവരുടെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരായിരുന്നു അല്ലെ. അവരെന്ത് ചെയ്തു, അവരുടെ ആഡംബരങ്ങൾ പരിഗണന കൊടുത്തു. ജനങ്ങൾക്ക് ഉയർന്ന നികുതി അങ്ങനെയൊക്കെ കൊടുത്തപ്പോൾ ജനങ്ങൾ അസന്തുഷ്ടരായി. അങ്ങനെ എന്ത് ചെയ്തു, അവരുടെ ജ്ഞാനോദയവാദികളും കൂടി പിന്തുണച്ച് അതൊരു ഫ്രഞ്ച് വിപ്ലവമായി പൊട്ടിപ്പുറപ്പെട്ടു അല്ലേ 1789. പക്ഷെ ഒരുപാട് കാലം നീണ്ടു നിന്നു. ആ ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് ജനങ്ങൾക്കിടയിൽ സംഘർഷം അതൊക്കെ ഉണ്ടായി. നമ്മുടെ സമൂഹത്തിൻ്റെ ക്രമം തന്നെ തെറ്റി. ആ ഒരു ഫ്രഞ്ച് വിപ്ലവം കൊണ്ടുണ്ടായ ആകെ നേട്ടം എന്ന് പറയുന്നത് ഒരു പാർലമെൻ്ററി സംവിധാനം വന്നു. അങ്ങനെ പിന്നെ സമൂഹം ആകെ ചെയ്യാൻ തുടങ്ങി, സംഘർഷഭരിതമായപ്പോൾ ചില ചിന്തകർക്ക് വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു പോകണം, സാമൂഹിക ക്രമം പുനഃസ്ഥാപിക്കണം എന്ന ചിന്ത വന്നു. അതിൽ പ്രധാനികളായിരുന്നു അഗസ്റ്റേ കോംറ്റെ, എമിലി ദുർഖിം എന്നിവർ. അങ്ങനെ ഈ ഫ്രഞ്ച് വിപ്ലവം എന്തായിട്ടുണ്ട്, ഈ ഒരു സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് വ്യാവസായിക വിപ്ലവം. സമൂഹശാസ്ത്രത്തിൻ്റെ വികാസത്തിലെ മറ്റൊരു അടിസ്ഥാന സംഭവമായിരുന്നു വ്യാവസായിക വിപ്ലവം. എങ്ങനെ? ഇത് വളരെ വിദൂരമാണെന്ന് തോന്നുന്നു അല്ലേ? എന്നാൽ വ്യാവസായിക വിപ്ലവവും സോഷ്യോളജിയുടെ പിറവിയും തമ്മിലുള്ള ബന്ധം നമ്മൾ പൊതുവെ സങ്കല്പിക്കുന്നതിലും അടുത്താണ്. എന്നിരുന്നാലും ഇത് ഒരൊറ്റ സംഭവമായിരുന്നില്ല. പകരം യൂറോപ്യൻ സമൂഹം വലിയ തോതിൽ കാർഷിക മേഖലയിൽ നിന്ന് വ്യാവസായിക വ്യവസ്ഥയിലേക്ക് സ്വയം രൂപാന്തരപ്പെട്ട നിരവധി പരസ്പര
ബന്ധിത എപ്പിസോഡുകളെ മൊത്തത്തിൽ വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കാം. അപ്പം നമുക്ക് തോന്നും വ്യാവസായിക വിപ്ലവം എങ്ങനെ ഇതിലേക്ക് നയിച്ചതെന്ന്. നമുക്കറിയാം കാർഷിക സമൂഹത്തിൽ നിന്ന് എന്താണ് വ്യവസായത്തിലേക്കുള്ള ആ ഒരു മാറ്റാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് അല്ലേ. ഈ സംഭവ വികാസങ്ങൾ നഗരപ്രദേശങ്ങളെ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളെയും ബാധിച്ചു. എങ്ങനെയാണെന്നറിയാമോ? കൂണ് പോലെ മുളച്ചു പൊന്തുന്ന ഫാക്ടറികളിൽ വാഗ്ദാനം ചെയ്ത വ്യാവസായിക തൊഴിലേർപ്പെടാൻ ധാരാളം ആളുകൾ കാർഷിക ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ ഈ വ്യവസായങ്ങൾ വന്നപ്പോൾ ഗ്രാമപ്രദേശത്തെ ബാധിച്ചു അല്ലേ. അതായത് ഈ ഫാക്ടറികളൊക്കെ ജോലി ചെയ്യാൻ എന്തായി, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് തൊഴിലാളികൾ പോയി എന്നാണ് പറയുന്നത്. ഫാക്ടറികളിൽ ചേരാൻ ആളുകളുടെ വൻതോതിലുള്ള പ്രവാഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചിതമാണോ? ഇത് നമുക്കറിയാവുന്നതുപോലെ വലിയ തോതിലുള്ള കുടിയേറ്റത്തിനും നഗരവൽക്കരണത്തിനും കാരണമായി. വ്യാവസായിക വിപ്ലവം എന്തിനു കാരണമായി? നഗരവൽക്കരണത്തിനും കുടിയേറ്റത്തിനും കാരണമായി. അത്തരം സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ നഗരപ്രദേശങ്ങളെയും പരിവർത്തനത്തിന് കാരണമാകുന്നു അല്ലേ. സാങ്കേതിക മെച്ചപ്പെടുത്തലുകളുടെ വിപുലമായ ശ്രേണികൾ ഫാക്ടറി ക്രമീകരണങ്ങൾ മാറ്റി. അത് സ്വാഭാവികമാണല്ലേ. വളർന്നു വരുന്ന സംരംഭകർക്കും വ്യവസായത്തിനും ആവശ്യമായ സേവനങ്ങൾ ഭീമമായ സാമ്പത്തിക ഭരണ യന്ത്രങ്ങൾ വിതരണം ചെയ്തു. വ്യവസായ വ്യവസ്ഥയുടെ ഉൽപാദന ചരക്കുകൾ സ്വതന്ത്ര വിപണിയിൽ മറ്റുള്ളവർക്ക് ഹാനികരമാകുമോ? അല്ല. മനുഷ്യരുടെയും അവരുടെ അധ്വാനത്തിൻ്റെയും കാര്യമോ? ഈ മാറ്റങ്ങൾക്കെല്ലാം മനുഷ്യാധ്വാനം വേണമല്ലേ. ബഹുജനങ്ങൾ കുറഞ്ഞ കൂലിക്ക് മണിക്കൂറുകളോളം ജോലി ചെയ്തപ്പോൾ ചിലർ വലിയ ലാഭം നേടി. ഇത് മുതലാളിത്തമായി നാം തിരിച്ചറിയുന്നില്ലേ? ഇതൊരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൻ്റെ പരിവർത്തന കാലഘട്ടമായിരുന്നു. അതായത് ഇങ്ങനെ എന്താണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഫാക്ടറിയിലേക്ക് ജോലി ചെയ്യാമെന്ന ആളുകൾ മണിക്കൂറുകളോളം ജോലി ചെയ്തു. അപ്പോൾ എന്തായി, ചിലര് അതായത് ഫാക്ടറി ഉടമകളെ അവർക്ക് എന്ത് ചെയ്തു, വലിയ ലാഭം നേടി. ഇതെന്തായി, ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൻ്റെ പരിവർത്തനം, അതായത് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും വ്യാവസായിക വ്യവസ്ഥയുടെ ചൂഷണത്തിനും മുതലാളിത്തത്തിനും എതിരെയുള്ള വിഘടനം പൊതുവെ ഉണ്ടായി. ഇതെന്താണ്, തൊഴിലാളി പ്രസ്ഥാനവും മുതലാളിത്ത ഘടനയിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കുന്ന മറ്റ് നിരവധി റാഡിക്കൽ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിനൊക്കെ കാരണമായി. അതായത് ഇങ്ങനെ ഇവർക്ക് കുറഞ്ഞ വേതനം, അതുപോലെ തന്നെ മോശമായ സാഹചര്യത്തിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഇത്തരം തൊഴിലാളികൾ എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള തൊഴിലാളി സംഘടനകളായിട്ട് രൂപീകരിക്കുകയും ഈ മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്ന് എന്ത് വേണം, ഞങ്ങൾക്ക് രക്ഷ വേണമെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. വ്യാവസായിക വിപ്ലവം അതിൻ്റെ സാമൂഹിക ആഘാതങ്ങൾ കാരണം പ്രധാനമാണ്. യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏജന്റായി വ്യക്തിയിൽ നിന്ന് ഏറ്റെടുത്തു എന്നതായിരുന്നു ഇതിൻ്റെ സൂചന. വലിയ തോതിലുള്ള ഉൽപാദനം നടന്നു. പക്ഷേ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ മനുഷ്യാധ്വാനം വേണ്ടി വന്നില്ല. തീർച്ചയായും അവർക്ക് അവയിൽ പലതും ആവശ്യമായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ കൊണ്ട് നഗരങ്ങൾ തിങ്ങി നിറഞ്ഞു. അങ്ങനെ വ്യാവസായിക വിപ്ലവത്തിൽ ഉൾപ്പെട്ട പ്രക്രിയകൾ നഗരത്തിലെ ഫാക്ടറികളിലേക്ക് ജോലിക്കായി കുടിയേറ്റക്കാരുടെ ഒഴുക്ക് ആരംഭിച്ചു. ഇത് നഗരവൽക്കരണത്തിലേക്കും കുടിയേറ്റത്തിലേക്കും നയിച്ചു. ആ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വ്യക്തമാക്കുന്നത് പോലെ വേരോടെ പിഴുതെറിയപ്പെട്ട ഗ്രാമീണർ വല്ലാതെ കഷ്ടപ്പെട്ടു. ഈ കാലഘട്ടം യൂറോപ്യൻ സമൂഹങ്ങളിലെ പ്രക്ഷുബ്ധമായ മാറ്റങ്ങൾ, വ്യാവസായിക വിപ്ലവം, മുതലാളിത്തം, അവയ്ക്കെതിരായ പ്രതികരണം എന്നിവയെല്ലാം പാശ്ചാത്യ സമൂഹത്തിൽ വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ പ്രക്ഷോഭം സാമൂഹിക ചിന്തകരെ സ്വാധീനിച്ചു. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിലെ ചില പ്രധാന വ്യക്തികൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമയം ചിലവഴിച്ചു. പരിപാടികൾ ആവിഷ്കരിക്കുന്നതിലും അവരുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ യൂറോപ്പിൽ വിടർന്നു. അപ്പോൾ ഈ വ്യാവസായിക വിപ്ലവം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്കുള്ള മാറ്റം അല്ലേ. അപ്പോൾ എന്തായി, ഈ ഒരു വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫാക്ടറികൾ വന്നു. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോലുള്ള ആളുകൾ എന്ത് ചെയ്തു, അവിടേക്ക് നഗരങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, കുടിയേറി പാർക്കാൻ തുടങ്ങി. അങ്ങനെ നഗരവൽക്കരണവും കുടിയേറ്റവും ഒക്കെ വർദ്ധിച്ചു അല്ലേ. അങ്ങനെ ഇത്തരം തൊഴിലാളികൾ എന്ത് ചെയ്തു, ഫാക്ടറികളിൽ ജോലി ചെയ്തു. അപ്പോൾ അവർക്ക് എന്താണ്, കുറഞ്ഞ വേതനം, അതുപോലെ തന്നെ കൂടുതൽ സമയം ജോലി ചെയ്യണം, മോശമായ സാഹചര്യത്തിലൊക്കെ ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ എന്തായി, ഇവരുടെ ഈ അധ്വാനത്തിൽ
ഫാക്ടറി ഉടമകളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉയർന്ന ലാഭം വന്നു. അങ്ങനെ ഈ ഒരു പരസ്പര സംഘർഷങ്ങൾക്കൊക്കെ കാരണമായി. അങ്ങനെ പുതിയ തൊഴിലാളികൾ എന്ത് ചെയ്തു, തൊഴിലാളി യൂണിയനുകളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പരസ്പരം സംഘർഷമൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു സാമൂഹിക പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് കാരണമായി. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്താണ് കണ്ടെത്തുന്നതിലൊക്കെ അന്നത്തെ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് എന്തായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ യൂറോപ്പിൽ പിറന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് പഠിച്ചു, സമൂഹശാസ്ത്രത്തിൻ്റെ അതായത് സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായിട്ടുള്ള 3 സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ശാസ്ത്രീയ വിപ്ലവം, 2 ടിൻ റവല്യൂഷൻ. ആ ടിൻ റവല്യൂഷനിൽ തന്നെ എന്ത് ചെയ്തു, ഫ്രഞ്ച് വിപ്ലവവും പഠിച്ചു, വ്യാവസായിക വിപ്ലവവും പഠിച്ചു. ഇനി